ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഈ 4 എൻജിനീയറിംഗ് ബ്രാഞ്ചിലോ ഡിപ്ലോമ ബ്രാഞ്ചിലോ ഉള്ള ആളുകൾക്കും ITIയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേഡ്സിലുള്ള ആളുകൾക്കും മാത്രമേ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു ALP എക്സാമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് RRB ALP എക്സാമിൻ്റെ ആ ഒരു എക്സാം പാറ്റേണും അതേപോലെ തന്നെ എക്സാം സിലബസും അതേപോലെ അത് ക്രാക്ക് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയും ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഈ എക്സാമിന് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയായിരിക്കും. ജസ്റ്റ് ഈ ഒരു കോഴ്സ് വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാൾ ഇത് മനസ്സിലാക്കി പഠിച്ചെടുത്ത് വർക്കൗട്ട് ചെയ്ത് ആ ഒരു RRB ALP എന്ന് പറയുന്ന പോസ്റ്റ് സെക്യൂർ ചെയ്യാൻ റെഡി ആയി നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സെഷൻ കംപ്ലീറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു ALP എക്സാമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. ഏതൊരു എക്സാമിനേഷനും പഠിക്കുന്ന സമയത്തും അതിലെ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് സിലബസ് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഈ സിലബസിൻ്റെ വീഡിയോ ഉണ്ട്, അതിൻ്റെ PDF നമ്മൾ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഈ സിലബസിൻ്റെ ഒരു PDF എടുത്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കയ്യിൽ വെക്കണം. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്സിൻ്റെ ഫ്രണ്ട് പേജിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സിലബസിൻ്റെ ഓരോ പോർഷൻ നിങ്ങൾ ഒട്ടിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ഈ എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സിലബസ് പോർഷൻ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ഒരു പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം, അറിയാണ്ട് നമ്മൾ ഈ കോഴ്സിലേക്ക് വന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ ഈ 4 എൻജിനീയറിംഗ് ബ്രാഞ്ചിലോ ഡിപ്ലോമ ബ്രാഞ്ചിലോ ഉള്ള ആളുകൾക്കും ITIയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രേഡ്സിലുള്ള ആളുകൾക്കും മാത്രമേ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ മറ്റ് ബ്രാഞ്ചുകാർ സിവിൽ, കമ്പ്യൂട്ടർ സയൻസിനൊന്നും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം, മനസ്സിലാക്കി വെച്ചേക്കണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്. നിങ്ങൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന സമയത്ത് 6/6 A1 മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് റെയിൽവേ എന്ത് ചെയ്തിട്ടുള്ളത്, മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ സിലബസ് വീഡിയോൻ്റെ കൂടെ ഞാൻ ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഒരുപാട് പേർക്കുള്ളൊരു സംശയമായിരിക്കും ഈ മെഡിക്കൽ എക്സാമിനെ കുറിച്ച്. ഓക്കെ, മെഡിക്കൽ എക്സാം, ഈ മെഡിക്കൽ എക്സാം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു പക്ഷേ ഇപ്പം നമ്മൾ സബ് ഇൻസ്പെക്ടർ എക്സാമിനും RPFനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാകുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു എക്സാം ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഒരു എക്സാം അഥവാ ഒരു എക്സാമിനേഷൻ കൃത്യമായിട്ട് നടക്കും. അത് നിങ്ങളുടെ ടെസ്റ്റ് ആണ്. ടെസ്റ്റ് വളരെ പ്രോപ്പറായിട്ട് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആയിരിക്കും ടെസ്റ്റിൽ നടക്കുക. സോ നിങ്ങളുടെ കണ്ണിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ടെസ്റ്റ് കൂളായിട്ട് പാസ്സാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആളുകൾ, A1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ 6/6 വിതൗട്ട് ഗ്ലാസ് ആണ്, വിത്ത് ഫോഗിങ് ടെസ്റ്റ്, അതേപോലെ നിയർ വിഷൻ, അതേപോലെ തന്നെ മസ്റ്റ് പാസ് ടെസ്റ്റ് ഫോർ കളർ വിഷൻ, ബൈനോക്കുലർ വിഷൻ, ഫീൽഡ് വിഷൻ, നൈറ്റ് വിഷൻ, മിസോപ്പിക് വിഷൻ. ഇതൊക്കെ ടിപ്പിക്കലായിട്ട്, അതായത് നോർമലി കണ്ണിന് പ്രശ്നമില്ലാത്ത ഒരാളാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്കിത് കൂളായിട്ട് പാസ്സാവാം. അതേപോലെ തന്നെ കണ്ണിന് എന്തെങ്കിലും നിങ്ങൾ സർജറീസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കണ്ണിൽ എന്തെങ്കിലും റിഫ്രാക്ടറി എറേഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടത്തിയ സർജറി, ലാസിക് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റെയിൽവേ അത് ഐഡൻറ്റിഫൈ ചെയ്യും, റെയിൽവേയുടെ മെഡിക്കൽ ടീം അത് ഐഡൻറ്റിഫൈ ചെയ്യും. സോ അത്തരം ആളുകളും അപ്ലൈ ചെയ്യേണ്ട. സോ മെഡിക്കൽ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുന്ന എക്സാമാണ്. ഇനി നമ്മൾ വിഷയം അതല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം എങ്ങനെയാണ്, കാരണം ഈ ഒരു എക്സാം പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ധാരണ കിട്ടും. അതേപോലെ ഏത് ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് പഠിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ എക്സാം എന്ന് പറയുന്നത് RRB ALP എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 3 ടയർ എക്സാമിനേഷനാണ്, 3 ടയർ എക്സാമിനേഷനാണ്. RRB ALP CBT1, RRB ALP CBT2, അതേപോലെ CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അങ്ങനെ 4 ഘട്ടമാണ്. ഈ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ കൂടെ തന്നെ എന്തോടെ ഉണ്ടാവും, മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവും കേട്ടോ, മെഡിക്കൽ ടെസ്റ്റും ഉണ്ടാവും. ഈ മെഡിക്കൽ ടെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടെസ്റ്റൊന്നുമല്ല. മെഡിക്കൽ ടെസ്റ്റ്
സിംപ്ലി എന്താണ് നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ്. അല്ലാണ്ട് നമ്മൾ RPF എക്സാമിലൊക്കെ എഴുതുന്ന പോലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല. ബട്ട് ജസ്റ്റ് നിങ്ങളെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യും. പക്ഷേ അതിൽ യാതൊരു മിസ്റ്റേക്സും വരാൻ പാടില്ല. ഓക്കെ റൈറ്റ്. ഇതാണ് എക്സാമിൻ്റെ ഒരു എന്താ പറയുക പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് എക്സാം പാറ്റേണിൽ നമ്മൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് മനസ്സിലായി. ഓരോന്നിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, എത്ര ടൈം ഉണ്ട് എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെപ്പോഴും എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ഒന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. സോ അതിൽ നമ്മൾ എക്സാമുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്. സോ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക കേട്ടോ. റൈറ്റ്. കാരണം ഈ നമ്മൾ എൻട്രി ആപ്പിലൂടെ നമ്മൾ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും വീഡിയോസുകൾ വരിക. അപ്പോൾ അത് അല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മോട്ടിവേഷൻ വീഡിയോസുകളൊക്കെ കാണാൻ നിങ്ങൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ ഒന്ന് റെഫർ ചെയ്യണം. എനിവേ RRB ALP CBT 1ൻ്റെ എക്സാം ഡേറ്റിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. എന്താണ്? ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ, ബിറ്റ്വീൻ ജൂൺ ആൻഡ് ഓഗസ്റ്റ് ആണ് കേട്ടോ. ബിറ്റ്വീൻ ജൂൺ ആൻഡ് ഓഗസ്റ്റ് ആണ് CBT 1ൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്. എന്ന് വെച്ചാൽ നിയർലി നമ്മുടെ മുന്നിൽ ഒരു 5 മാസം സമയമാണ് ബാക്കിയുള്ളത് അല്ലേ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് February 1st. സോ ഒരു നിയർലി ഒരു 5 മന്താണ് നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 150 ഡേയ്സ് കൊണ്ട് നമ്മൾ പഠിക്കണം. അതേപോലെ CBT 2 എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്. അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിൻ്റ് ആട്ടോ. സെപ്റ്റംബറിൽ, അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഓഗസ്റ്റിലാണ് നിങ്ങളുടെ ടയർ 1 എക്സാമിനേഷൻ കംപ്ലീറ്റ് ആകുന്നതെങ്കിൽ അതേ ഓഗസ്റ്റിൽ എഴുതിയ ആൾക്ക് സെപ്റ്റംബറിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് എഴുതേണ്ടി വരും? ടയർ 2 എക്സാമിനേഷൻ എഴുതേണ്ടി വരും. ചിലപ്പോൾ വളരെ കുറഞ്ഞ സമയം ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. അതേപോലെ തന്നെ CBAT എക്സാം എന്ന് പറയുന്നതിന് കുറച്ച് സമയം കിട്ടുന്നുണ്ട്, നവംബറിലാണ്. അതേപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും നടക്കാൻ പോകുന്നത് നവംബർ ഓർ ഡിസംബറിൽ. മോസ്റ്റ്ലി നിങ്ങൾ ട്രെയിനിങ്ങിന് വിളിക്കാൻ സാധ്യത, ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്രെയിനിങ്ങിന് വിളിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി അത് ജാനുവരി ഫസ്റ്റ് വീക്ക് തന്നെ, അല്ലെങ്കിൽ ജാനുവരിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഈ എക്സാമിന് കൃത്യമായിട്ട് ഒരു വർഷം നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ജോബ് കിട്ടും. അതും ജാനുവരിയിൽ തന്നെ. നെക്സ്റ്റ് ന്യൂ ഇയർ എന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാൻ നിങ്ങൾക്ക് ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോബ് കൈവസമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ കഴിയും. സോ ഈ ഒരു 1 ഇയർ എന്ന് പറയുന്നത് നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, CBT 1ഉം CBT 2ഉം തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CBT 2ൻ്റെ ടോപ്പിക്ക് നിങ്ങൾ CBT 1 പഠിക്കുന്ന സമയത്ത് തന്നെ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. സോ അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. CBT 2 ടോപ്പിക്സും നിങ്ങൾ CBT 1ൻ്റെ കൂടെ തന്നെ കവർ ചെയ്ത് പഠിക്കണം. സോ അങ്ങനെ പഠിക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, CBT 2ൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സോ ആ കാര്യം നിങ്ങളെ മൈൻഡിൽ വെച്ചേക്കുക. എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളാണ് കേട്ടോ. എല്ലാ ടെസ്റ്റുകളും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. ആദ്യം ഈ CBT 1ൽ എന്താ നടക്കുന്നത് നോക്കാം. CBT 1ൽ 60 മിനിറ്റ്സ് ഉള്ള 75 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു ക്വസ്റ്റ്യന് ലെസ് ദാൻ 1 മിനിറ്റ്സേ കിട്ടുന്നുള്ളൂ അല്ലേ. 1 മിനിറ്റ്സ് കിട്ടുന്നില്ല, ലെസ് ദാൻ 1 മിനിറ്റ്സേ കിട്ടുന്നുള്ളൂ. സോ ഈ ഒരു എക്സാം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു എക്സാമാണ്. വളരെ കെയർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം ഇവിടെ വലിയൊരു ഫിൽട്രേഷനാണ് നടക്കുന്നത് അല്ലേ. നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുന്നൊരു എക്സാം സ്റ്റേജാണ് CBT 1 എന്ന് പറയുന്നത്. പക്ഷേ CBT 1ൽ ഹൈ മാർക്ക് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജോബ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. CBT 1ൽ മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. കാരണം അവിടെ നല്ലൊരു ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ചിലപ്പം പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഇതിൽ ക്വാളിഫയിങ് മാർക്ക് എന്ന് പറയുന്നത് 40% എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ അതിൽ നിങ്ങൾ ആ രീതിയിലല്ല ഈ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്കോർ ചെയ്യണം. കാരണം നിങ്ങൾ എഴുതുന്ന ഷിഫ്റ്റിൽ ഇത് കുറേ ഷിഫ്റ്റായിട്ടാണ് ALP എക്സാം നടക്കാൻ പോകുന്നത്. അങ്ങനെ കുറേ ഷിഫ്റ്റിൽ എക്സാം നടക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചില ഷിഫ്റ്റ് ഭയങ്കര എളുപ്പമുള്ള ഷിഫ്റ്റായിരിക്കും. അവിടെ നിങ്ങളെ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ താഴോട്ട് പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ നിങ്ങൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം തന്നെ മാക്സിമം ലെവലിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. അല്ലാണ്ട് ഒരു മിനിമം ലെവലിൽ അറ്റൻഡ് ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്ത റൗണ്ടിൽ നോക്കാം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ടയർ 2 എഴുതുന്ന അതേ സീരിയസ്നെസ്സിൽ അതേ എഫക്റ്റ് എടുത്തിട്ട് തന്നെ ടയർ 1ൽ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം അറ്റൻഡ് ചെയ്യണം. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് 1/3 ഫോർ ഈച്ച് ഇൻകറക്റ്റ് ആൻസർ. അപ്പോൾ തെറ്റായ ഉത്തരങ്ങളൊന്നും എഴുതാതെ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് തന്നെ പോവാം. ഇനി ടയർ 2ലേക്ക് വരികയാണെങ്കിൽ, ടയർ 2 എന്ന് പറയുന്നത് 2 പാർട്ടായിട്ടാണ്. പാർട്ട് എയും ഉണ്ടാവും, പാർട്ട് ബിയും ഉണ്ടാവും കേട്ടോ. ടയർ 2 എക്സാമിനേഷനിൽ 2 പാർട്ടായിട്ടാണ്. 2 hour 30 minutes ആണ് കേട്ടോ എക്സാം ടൈം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്പ്ലിറ്റ് അപ്പ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അതേപോലെ ടോട്ടൽ 175 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഇതിൽ ടോട്ടലി 175 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഫോർ 1/3.
നമ്മൾ ഈ 175 കംപ്ലീറ്റ് റാങ്ക് ലിസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യില്ല, കൺസിഡർ ചെയ്യില്ല കേട്ടോ. അതെന്താണെന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞുതരാം. ദെൻ ഫൈനലി CBAT എക്സാം ആണ്. CBATയിൽ 42 മിനിമം മാർക്ക് നിങ്ങളിവിടെ കാണുന്നുണ്ടാവും, നോ നെഗറ്റീവ് മാർക്കെന്നും കാണാം. ഇത് ഈ ഒരു 42 മാർക്ക് എന്ന് പറയുന്നത് മാർക്കല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ T സ്കോർ എന്നാണ് പറയുക. T സ്കോർ, ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് T സ്കോർ എന്നാണ്. T സ്കോർ, ഈ T സ്കോർ എന്ന് പറയുന്നത് ഇതെന്താണ്, പെർസെൻറ്റേജിലൊക്കെ പോലത്തെ ഒരു സ്കോറാണ്. നിങ്ങൾ പെർസെൻറ്റേജ് കേട്ടില്ലേ, ചില എക്സാമുകൾക്ക് പെർസെൻറ്റേജ് പറയും. കാറ്റ് എക്സാമിനൊക്കെ പെർസെൻറ്റേജ് പറയാറുണ്ട് അല്ലേ. അതായത് നിങ്ങൾ കൂടെ എക്സാം എഴുതുന്ന മറ്റുള്ളവരുടെ മാർക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഈ T സ്കോറിനെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ T സ്കോറിൻ്റെ പ്രത്യേകത. ഓക്കെ, ഉദാഹരണത്തിന് നിങ്ങളെ കൂടെയുള്ള ആളുകൾ ആരും എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയത്, ഇപ്പോൾ നിങ്ങൾക്കൊരു കൂടെയുള്ള ആൾക്കൊക്കെ 1 മാർക്കാണ്, നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെ T സ്കോർ വളരെ ഹൈ ആയിട്ട് മുകളോട്ട് പോകും. നിങ്ങളെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും എന്താണ്, ഒരു 20 മാർക്കുണ്ട്, നിങ്ങൾക്കൊരു 18 ഉള്ളെങ്കിൽ നിങ്ങളെ T സ്കോർ താഴോട്ട് പോകും. സോ ഒരു ആവറേജിൻ്റെ മുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ T സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ എക്സാം നിങ്ങൾ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസ് ആവറേജ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ പോകണം. ക്ലാസ് ആവറേജ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളെ കൂടെ എക്സാം എഴുതുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് കിട്ടുന്ന ആവറേജ് സ്കോർ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള മാർക്കായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ടത്. ക്ലാസ്സിൽ എല്ലാവരും ഒരു ആവറേജ് സ്കോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാത്രം എന്തായി പോകാൻ പാടില്ല, താഴോട്ട് വരാൻ പാടില്ല. അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കേട്ടോ. CBAT കോഴ്സിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. CBAT ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കവർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പ്ലിറ്റ് അപ്പ് നോക്കാം, മാർക്ക് വൈസ് എങ്ങനെയാണ് വരുന്നതെന്ന്. CBT 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ CBT 1 ഇവിടെ നമ്മളിങ്ങനെ ക്വാളിഫയിങ് മാർക്ക് എന്നൊക്കെ കാണും കേട്ടോ. അൺറിസർവ്ഡ് 40%, OBC 30%, ST 25% എന്നൊക്കെ കാണാം. പക്ഷേ ഞാൻ പറയുകയാണ്, ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. വെറുതെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് കിട്ടണമെങ്കിൽ, റാങ്ക് ലിസ്റ്റിൽ നമുക്ക് നല്ല ജോബ് കിട്ടണമെങ്കിൽ, ജോബിൻ്റെ നല്ല റാങ്ക് വന്നാലേ ജോബ് കിട്ടുള്ളൂ. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ പെർസെൻറ്റേജ് ഒന്നും പോരാ. നമ്മൾ 40% കറക്റ്റ് ആൻസർ തന്നെ എഴുതി കുത്തിരിക്കുകയാണ് എന്ന് ഒന്നും എഴുതേണ്ടതാണോ? അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ 100% തന്നെ എയിം ചെയ്യണം. സോ ആ രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. ഇനി മാർക്സ് നോക്കുകയാണെങ്കിൽ മാത്സിൽ 20, അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 25, ജനറൽ സയൻസിൽ 20, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സിൽ 10 മാർക്സ്. അങ്ങനെ 75 മാർക്സ് ആണ് നിങ്ങൾക്ക് CBT 1 വരുന്നത് കേട്ടോ. CBT 1 വരുന്നത് 75 മാർക്സ് ആണ്. അപ്പോൾ ഇതിൽ ഈ 75 മാർക്സിൽ 1/3 എന്താണ്, നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് വരുന്നുണ്ട്. 60 മിനിറ്റുള്ള എക്സാമിനേഷൻ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ CBT 2 എക്സാമിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കി കാണാം, പാർട്ട് എ സെഷൻ എ എന്ന് പറയുന്നത് 100 മാർക്കിനും സെഷൻ ബി എന്ന് പറയുന്നത് 75 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ മാർക്കിനൊരു പ്രത്യേകത ഉണ്ട്. ഈ 75 മാർക്സ് എന്ന് പറയുന്നത് അതിനൊരു ക്വാളിഫയിങ് നാച്ചർ മാത്രമേ ഉള്ളൂ. അത് എന്ത് ചെയ്യില്ല, റാങ്ക് ലിസ്റ്റിന് ഒരിക്കലും പരിഗണിക്കില്ല. അതായത് ഞാനിവിടെ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ റെലവൻറ്റ് ട്രേഡ് പഠിക്കുന്നത്, ഈ റെലവൻറ്റ് ട്രേഡിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതിൽ 35% നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. അങ്ങനെ നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ, 35% നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ എക്സാമിനേഷൻ പാസ്സായി എന്നാണ് അർത്ഥം. ഇനി ഈ എക്സാം പാസ്സായാൽ മാത്രമേ ഈ 100 മാർക്ക് റാങ്ക് ലിസ്റ്റിന് പരിഗണിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിവിടെ 100 ഔട്ട് ഓഫ് 100 കിട്ടി, 100 ഔട്ട് ഓഫ് 100 കിട്ടി. ഓക്കെ, ശ്രദ്ധിക്കണേ, 100 ഔട്ട് ഓഫ് 100 കിട്ടി. ഈ റെലവൻറ്റ് ട്രേഡിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയത് ഒരു 34% ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല, നിങ്ങൾക്ക് റാങ്ക് ഉണ്ടാവില്ല. യു ആർ ഫെയിൽഡ് ഇൻ ദിസ് എക്സാമിനേഷൻ എന്ന് പറയേണ്ടി വരും. ഈ 35 സ്കോർ ചെയ്താൽ മാത്രമേ എന്ത് കൺസിഡർ ചെയ്യുള്ളൂ, ഈ 100 മാർക്സിലുള്ള ക്വസ്റ്റ്യൻസ് കൺസിഡർ ചെയ്യുള്ളൂ. ഇനി വേറെ കേസ് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് 100% ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 100% ഉണ്ട്. എന്നാൽ ഇവിടെ നിങ്ങളുടെ മാർക്ക് വളരെ കുറവാണ്, ഒരു 30 മാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെയും ഫെയിൽ ആയില്ലേ. അതായത് ഇത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ട് ഇതിൽ മാക്സിമം സ്കോർ ചെയ്യുക, അതായിരിക്കണം സ്ട്രാറ്റജി കേട്ടോ. ഇത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക, ഇതിൽ മാക്സിമം സ്കോർ ചെയ്യുക. നിങ്ങളിപ്പോൾ RRB JEE പഠിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഇലക്ട്രീഷ്യനോ വയർമാനോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡ് ക്വാളിഫൈ ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി അല്ലാത്ത ആളുകൾ നോൺ ടെക്നിക്കലിൽ നല്ല സ്ട്രോങ് ആണ്, ടെക്നിക്കൽ വീക്കുള്ള ആളുകളാണെങ്കിൽ ഈ ട്രേഡ് കൂടി ഒന്ന് പഠിച്ചെടുത്തേക്കണം. കാരണം ഈ ട്രേഡ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വൻ ഡെപ്തിൽ ഒരു RRB JEE ലെവലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ട്രേഡിലുള്ള ക്വാളിഫിക്കേഷൻ സ്കോർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാം. ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഭൂരിഭാഗം ആളുകളും ഈ എക്സാംസ് ക്ലിയർ ചെയ്യാറുണ്ട്, വലിയ ഇഷ്യൂ ആവാറില്ല. പിന്നെ റാങ്ക് മേക്കിംഗ് എവിടെ വരുന്നത്, അത് ഈ 100 മാർക്സിലാണ്. അപ്പോൾ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. പല ആളുകൾക്ക് സംശയമാണ് ഇത് രണ്ടും ഒരേപോലുള്ള എക്സാംസ് ആണോ എന്ന്. അതായത്
CBT 1 തന്നെയാണോ CBT 2 വരുന്നത്? അപ്പോൾ നോക്കുന്ന സമയത്ത് മാത്സ് ഓക്കെ രണ്ടിലും സെയിം ആണ്, മാത്സ് രണ്ടിലും സെയിം ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്, അതും രണ്ടിലും എന്താണ് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ മൂന്നാമത്തെ നോക്കുന്ന സമയത്ത് ഇവിടെ ജനറൽ സയൻസ് ആണ്, ഇവിടെ എന്താണ് ഇവിടെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും ആണ് വന്നിരിക്കുന്നത്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. ഈ രണ്ട് ടോപ്പിക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ എന്തുകൂടി പഠിക്കാനുണ്ടായിരുന്നു, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആ ടോപ്പിക്ക് വരുന്നുമില്ല. വിച്ച് മീൻസ് ഈ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ടയർ 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നതിൽ മാത്സ് മാത്രമാണ്, മാത്സ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മാത്രമാണ് എന്ത് ചെയ്തത് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്. മാത്സ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് കോമൺ ആയിട്ട് വന്നിട്ടുള്ളത്. സോ മാത്സ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് പഠിക്കുമ്പോൾ മാക്സിമം നിങ്ങൾ ഡെപ്തിൽ പഠിക്കണം. എത്രത്തോളം ഡെപ്തിൽ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഡെപ്തിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ബിക്കോസ് ഈ രണ്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് രണ്ട് എക്സാമിനും ഒരുപോലെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ടോപ്പിക് ജനറൽ സയൻസും ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗും ടോപ്പിക് വൈസ് പേര് കാണുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും ദേ ആർ വെരി ഡിഫറെൻറ്റ് ടോപ്പിക്സ്. സോ ആ രണ്ട് ടോപ്പിക്സ് സെപ്പറേറ്റ് മൊഡ്യൂൾസുകളാണ്, അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് ടയർ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യണം. സെക്കൻഡ് ടയർ എക്സാമിന് വേണ്ടി പഠിക്കാൻ ഒരുപാട് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ഈ ടോപ്പിക്ക് നിങ്ങൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ നോക്കുക. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ലാസ്റ്റ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു 150 ഡേയ്സ്, ഒരു 5 months ആണ് എക്സാമിന് നമുക്ക് നിയർലി ബാക്കിയുള്ളത്. അപ്പോൾ ഒരു നെക്സ്റ്റ് 4 months തന്നെ നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് കവർ ചെയ്യണം. കംപ്ലീറ്റ് പോർഷൻസ് നെക്സ്റ്റ് 4 months നിങ്ങൾ കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കവർ ചെയ്യണം. പിന്നെ 5ാമത്തെ മാസത്തിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു 4 മാസത്തിന് ശേഷമൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ടോപ്പിക്ക് തൽക്കാലം അവിടെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പാർട്ട് ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ CBT 1 ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സും ജനറൽ സയൻസും കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം അത് ടയർ 1 നിർബന്ധമാണല്ലോ, അത് ടയർ 1 വേണമല്ലോ. സോ ആ ടോപ്പിക് കൂടി നിങ്ങൾ ആ രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി റെലവൻറ്റ് ട്രേഡ് നോക്കുകയാണെങ്കിൽ 75 മാർക്സിൻ്റെ ക്വസ്റ്റിന്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിൽ നിങ്ങൾ 35 മാർക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ മാർക്സ് ഫ്രം ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ഇനി റാങ്ക് ലിസ്റ്റിന് ഈ മാർക്ക് മാത്രമാണോ പരിഗണിക്കുക? അല്ല, ഈ 100 മാർക്ക് മാത്രമല്ല പരിഗണിക്കുക, അവിടെ ഒരു പരിഗണനാ വിഷയം കൂടി വരുന്നുണ്ട്. നോക്കാം, നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ഒരു ടെസ്റ്റ് കൂടി വരുമ്പോഴാണ്, ഈ ടെസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ്. ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നാണ് സാധാരണ പറയല്. ഈ ടെസ്റ്റിന് നമ്മൾ പറയാറുള്ളത് സൈക്കോമെട്രിക് ടെസ്റ്റ് എന്നാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ സൈക്കോമെട്രിക് ടെസ്റ്റ്. ഈ സൈക്കോമെട്രിക് ടെസ്റ്റിൽ നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം? T സ്കോർ 42 സ്കോർ ചെയ്യണ്ടോ? T സ്കോർ 42 നിങ്ങൾ സ്കോർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ഇതിൻ്റെ മാർക്ക് എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ? ഇതിൻ്റെ മാർക്ക് എക്സാമിന് പരിഗണിക്കുന്നുണ്ട്. എങ്ങനെയാണ് പരിഗണിക്കുന്നത്? 70% വെയിറ്റേജ് ടയർ 2 പാർട്ട് എ ആണ്. ഓക്കെ, 70% നിങ്ങളെ വെയിറ്റേജ് വരുന്നത് ടയർ 2 പാർട്ട് എ ആണ്. 30% വെയിറ്റേജ് വരുന്നത്, 30% വെയിറ്റേജ് വരുന്നത് നിങ്ങളുടെ ഈ CBAT-ൻ്റെതുമാണ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് വരിക. ഈ സൈക്കോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് അല്ല കേട്ടോ. സൈക്കോമെട്രിക് ടെസ്റ്റ് നിങ്ങൾക്ക് അത്യാവശ്യം കോൺസെൻട്രേഷനും ചെറിയ രീതിയിലുള്ള മെമ്മറി സ്കിൽസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. അത് എഫക്റ്റീവായിട്ട് കവർ ചെയ്യാനുള്ള സ്ട്രാറ്റജിയൊക്കെ നമുക്ക് പറഞ്ഞുതരാം. സോ അതിൽ നോക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ടെസ്റ്റുകൾ മെമ്മറി ടെസ്റ്റ് ബാറ്ററി ഉണ്ട്, അതേപോലെ ഡെപ്ത് പെർസെപ്ഷൻ, കോൺസെൻട്രേഷൻ ടെസ്റ്റ്, ഇത് ഓരോ ടെസ്റ്റിന് ഓരോ ബാറ്ററി എന്നാട്ടോ പറയാം. അതേപോലെ പെർസെപ്ച്വൽ സ്പീഡ് ടെസ്റ്റ്, അതേപോലെ ഫോളോയിങ് ദ ഡയറക്ഷൻ, ഇതൊക്കെ അതിൽ വരുന്ന ടെസ്റ്റുകളാണ്. ഈ ടെസ്റ്റുകൾ ഓരോന്നും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് വേണമെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ, ഒന്ന് റെഫർ ചെയ്യട്ടോ. ആ ചാനൽ ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിൽ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഈ ടെസ്റ്റിനെ കുറിച്ച് ഇപ്പം നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഒരിക്കലും ഞാൻ പറയില്ല ഈ ടെസ്റ്റ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണമെന്ന്. ഇത് നിങ്ങൾ എപ്പോൾ നോക്കിയാൽ മതി എന്നറിയോ? നമുക്ക് കറക്റ്റ് ടൈം ലൈൻ അറിയാലോ. ഒക്ടോബർ മാസം നമുക്ക് നോക്കിയാൽ മതി. നവംബറിലല്ലേ എക്സാം വരുന്നത്, നവംബറിലാണ് ഈ എക്സാം വരുന്നത്. സോ ഒരു മാസം നിങ്ങൾക്ക് സമയമുണ്ട്. സോ ആ സമയം പഠിക്കാനുള്ളതേ ടോപ്പിക്കേ ഉള്ളൂ കേട്ടോ. CBAT ഒരു മാസം പഠിക്കാനുള്ളതേ ഉള്ളൂ, യാതൊരു ഇഷ്യൂ ഇല്ല. പക്ഷേ CBT 2ൻ്റെ കേസ് അങ്ങനെയല്ല. CBT 2 നിങ്ങൾ CBT 1ൻ്റെ കൂടെ തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. കാരണം നമുക്കവിടെ അധികം ഗ്യാപ്പ് വരുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഇനി നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ സിലബസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 CBT 1 ഒന്ന് നോക്കി നോക്കാം. CBT 1 മാത്തമാറ്റിക്സ്
എടാ ഇതൊക്കെ ശരിക്കും നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഏതെങ്കിലും SSC എക്സാമുകളോ അതേപോലെ ബാങ്കിങ് എക്സാമുകളോ ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാറുള്ള ടോപ്പിക് തന്നെയാണ്. എന്തൊക്കെ ടോപ്പിക് വരുന്നുണ്ട്? നമ്പർ സിസ്റ്റം വരുന്നുണ്ട്, ബോർഡ് മാസ് റൂൾ വരുന്നുണ്ട്, ഡെസിമൽസ് വരുന്നുണ്ട്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്. ഇതൊക്കെ ടിപ്പിക്കലി ഈ എക്സാംസിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. വലിയ ബുദ്ധിമുട്ടുണ്ടോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വേലാണ് ഓരോ ടീച്ചേഴ്സും നമുക്ക് ഇതിൻ്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ പെർസെൻറ്റേജ്, മെൻസുറേഷന്, ടൈം ആൻഡ് വർക്ക്സ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അൾജിബ്ര, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷന്, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. ഇതൊക്കെ എന്താണ് ടിപ്പിക്കലി വരാറുള്ള എക്സാംസിന് വരാറുള്ള ടോപ്പിക്കാണ്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വീഡിയോസ് നമുക്ക് ഓൾറെഡി ആപ്പിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. ഇനി ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ അനലോജീസ് ഇവിടുന്ന് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സിൻ്റെ ഒരു എന്താ പറയുക, ഇതിൽ മാക്സിമം ഇതിലൊരു ഘടകമായി വരുന്നത് ഫാസ്റ്റ്. നമ്മൾ എത്രത്തോളം ഫാസ്റ്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എത്ര ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം മാത്തമാറ്റിക്സിൽ നമ്മൾ ഉദ്ദേശിച്ച സ്പീഡിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ വരും. പക്ഷേ നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ഈ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിലേക്ക് വരികയാണെങ്കിൽ കുറച്ചൊരു ലോജിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം. അനലോജീസ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിങ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, സിലോഗിസം, ജംബ്ലിങ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സഫിഷ്യൻസി, കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, അനാലിറ്റിക്കൽ റീസണിങ്, ക്ലാസിഫിക്കേഷൻ, ഡയറക്ഷൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, ആർഗ്യുമെൻറ്റ് ആൻഡ് അസംഷൻസ്. ഇതും എന്താണ് ഫാസ്റ്റായിട്ട് സ്കോർ ചെയ്യേണ്ട ഏരിയ കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് സ്കോർ ചെയ്യേണ്ട ഒരു ഏരിയ കൂടിയാണ് ഈ ഏരിയ. ഇനി നമ്മൾ ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ്സിലും ജനറൽ സയൻസിലേക്കും വരുന്ന സമയത്ത് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ രണ്ട് ടോപ്പിക്ക് ടയർ 2 വരുന്നില്ല എന്ന് വെച്ച് പഠിക്കേണ്ടതാണോ? അല്ല, ഇത് ടയർ 1 വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡെപ്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതായത് ആദ്യത്തെ ഒരു 4 മാസം നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ ഡെപ്ത് തന്നെ കൊടുക്കുക തന്നെ വേണം. പക്ഷേ നേരത്തെ പറഞ്ഞ ആ 2 മൊഡ്യൂൾ ആണ് എക്സ്ട്രീം ലെവൽ നിങ്ങൾ പഠിക്കേണ്ടത് ആദ്യത്തെ ഘട്ടത്തിൽ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റാങ്ക് ലിസ്റ്റിങ്ങിന്, റാങ്ക് മേക്കിങ്ങിനാണ് അത് യൂസ്ഫുൾ ആകുന്നത്. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട്? നോളേജ് ഓഫ് കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ജോഗ്രഫി, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് ഫ്രീഡം സ്ട്രഗിൾ, ഇന്ത്യൻ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ എക്കണോമി, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ഓൺ കൺസേണിംഗ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, സ്പോർട്സ്, ജനറൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. നിങ്ങൾ ഈ ജനറൽ അവയർനെസ് ഉണ്ടല്ലോ, അതൊരിക്കലും ഒരു സബ്ജക്റ്റ് പോലെ എന്താ പറയുക പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതിനെക്കാട്ടി നല്ലത് അതിങ്ങനെ ഡെയിലി കുറച്ചായിട്ട് പഠിക്കുന്നതാണ്. ഒരു ദിവസം എല്ലാ സമയവും എന്ത് ചെയ്യാം, ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാം. നിങ്ങളൊരു ഡേയിൽ എല്ലാ ദിവസവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലത്തെ 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ജനറൽ അവയർനെസ് വായിക്കാൻ വേണ്ടി. കാരണം ഇത് ഒരുമിച്ച് വായിക്കുമ്പോൾ കുറച്ച് ബോറടിക്കും അല്ലേ. സ്വാഭാവികമായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വെക്കുമ്പോൾ അത് മറന്നു പോവുകയൊക്കെ ചെയ്യും. പക്ഷേ രാവിലത്തെ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്, നമുക്ക് നന്നായിട്ട് കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയമായിരിക്കും. സോ ആ സമയത്ത് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഈ ടോപ്പിക് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ദെൻ ജനറൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് അപ് ടു 10th സിലബസേ വരുന്നുള്ളൂ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നിങ്ങൾ പഠിക്കാൻ വരുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ CBT 1 ഒരു ധാരണ കിട്ടിയാൽ എന്തൊക്കെ ടോപ്പിക് എന്നുള്ളത്, എവിടെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്, ജനറൽ അവയർനെസ് ടോപ്പിക്കും ജനറൽ സയൻസൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഐഡിയ കിട്ടിയല്ലോ. ഇത് നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി കേട്ടോ ജനറൽ സയൻസ് പഠിക്കാൻ. കാരണം ജനറൽ സയൻസ് പഠിക്കാമെന്ന് പറയുന്നത് എല്ലാവരും 10th വരെ പഠിച്ചിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫിനോമിനൻസ്, ഒരുപാട് തിയറീസ്, ചെറിയ കാര്യങ്ങളാണ്. വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ ടോപ്പിക്കാണ് കേട്ടോ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടെസ്റ്റ് 2ലേക്ക് വരികയാണെങ്കിൽ, CBT 2ലേക്ക് വരികയാണെങ്കിൽ ഇവിടെ മാത്തമാറ്റിക്സ് വ്യത്യാസമൊന്നുമില്ല. മാത്തമാറ്റിക്സ് നേരത്തെ വന്ന അതേ ടോപ്പിക് തന്നെയാണ്. നമ്പർ സിസ്റ്റം, ബോർഡ് മാസ്, ഡെസിമൽ ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ, പ്രപ്പോർഷൻ, പെർസെൻറ്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അൾജിബ്ര, ജോമെട്രി, ട്രിഗണോമെട്രി, എലമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ക്വയർ റൂട്ട്, ഏജ് കാൽക്കുലേഷൻ, കലണ്ടർ ആൻഡ് ക്ലോക്ക്, പൈപ്സ് ആൻഡ് സിസ്റ്റേൺസ്. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്സും ഈ ടോപ്പിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് രണ്ടിലും വന്നിട്ടുള്ളത് അല്ലേ. സിമിലർ ടോപ്പിക്സ് തന്നെയാണ് രണ്ടിലും വന്നിട്ടുള്ളത്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് നോക്കുകയാണെങ്കിൽ സെയിം നമ്മൾ നേരത്തെ പഠിച്ച അനലോഗ്, ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, റിലേഷൻഷിപ്പ്, സിലോഗിസം, ജംബ്ലിംഗ്, വെൻ ഡയഗ്രാം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, സഫിഷ്യൻസി, കൺക്ലൂഷൻ, ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, അനലിറ്റിക്കൽ റീസണിംഗ്, ക്ലാസിഫിക്കേഷൻ, ഡിറക്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, ആർഗ്യുമെൻറ്റ് ആൻഡ് അസംഷൻ. ആ ടോപ്പിക്കുകളും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇവിടെ പുതുതായിട്ട് വരുന്ന ടോപ്പിക്കാണ് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതായത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇതെന്താണ്?
ഇത് കുറേ പേർക്കൊരു സംശയമുണ്ട്, നിങ്ങൾ പഠിച്ച എഞ്ചിനീയറിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അല്ല, എല്ലാവർക്കും കോമൺ ആണ് കേട്ടോ. നിങ്ങൾ ഏത് ബ്രാഞ്ചസ് ആണെങ്കിലും നിങ്ങളിത് കോമൺ ആണ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഒരു രീതിയിലും മെക്കാനിക്കലിന് വേറൊരു രീതിയിലും ഇലക്ട്രോണിക്സിന് വേറൊരു രീതിയിലും ആണെന്ന്. ഒരിക്കലും അല്ല, എല്ലാവർക്കും കോമൺ ആണ്. ഏത് ട്രേഡ് ആണെങ്കിലും ITI-കാരാണെങ്കിലും എല്ലാവർക്കും ഇത് കോമൺ ആണ്. എന്തെല്ലാം വരുന്നുണ്ട് നോക്കിക്കോളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ദ ബോത്ത് ടോപ്പിക്സ് ദാറ്റ് ആർ കവേർഡ് അണ്ടർ ദിസ് ഷാൾ ബി എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇവിടെ വരുന്നുണ്ട്. അതിൽ പ്രൊജക്ഷൻസ്, വ്യൂസ്, ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്, ലൈൻസ്, ജോമെട്രിക് ഫിഗേഴ്സ്, സിംബോളിക് റെപ്രസെൻറ്റേഷൻ, ഈ ടോപ്പിക്കുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അതായത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതൊന്നും ശരിക്കും നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ശരിക്കും നമ്മൾ ഗ്രാഫിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരികയെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? അതൊക്കെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ച ടോപ്പിക് തന്നെ കേട്ടോ. അതേപോലെ മാസ്, വെയ്റ്റ് ആൻഡ് ഡെൻസിറ്റി, വർക്ക് പവർ, ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ നിങ്ങൾ ഡിഫറെൻറ്റ് ടോപ്പിക്സുകളായിട്ട് ഒരു പക്ഷേ ക്ലാസ് 11th and 12th പഠിച്ചിട്ടുണ്ടാവും. എനർജി, സ്പീഡ് ആൻഡ് വെലോസിറ്റി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ ടോപ്പിക് വൈസ് ഇവിടെ കുറവാണെങ്കിലും ഇതൊക്കെ നല്ല കണ്ടൻറ്റുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ബേസിക് ഇലക്ട്രിസിറ്റി, അതേപോലെ ലെവേഴ്സ് ആൻഡ് സിമ്പിൾ മെഷീൻസ്, ദെൻ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. ഇത് ശരിക്കും പറയാം വയർമാൻ, ഇലക്ട്രീഷ്യനൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഈ ടോപ്പിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷന്, IT ലിറ്ററസി തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് അല്ലേ. സോ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾക്ക് കണ്ടുപരിചയമില്ലാത്ത എന്നാൽ നിങ്ങൾ കുറേ മുന്നേ കാലങ്ങളിൽ പഠിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ BTechൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലോ അല്ലെങ്കിൽ ഡിപ്ലോമയിലോ ഒക്കെ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഈ ഒരു മൊഡ്യൂൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടയർ 1 ശേഷം പഠിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ഇത് നിങ്ങൾ സെറ്റാക്കി വെക്കണം. ഇതിന് നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പഠിക്കുന്ന സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടയർ 1 ശേഷം കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതായത് ടയർ 2നും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. പക്ഷേ അതിൻ്റെ നോട്ട്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കേണ്ടത് എപ്പോൾ തന്നെയാണ്, അത് ടയർ 1ൻ്റെ കൂടെ തന്നെ പഠിച്ചെടുക്കണം മസ്റ്റായിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെലവൻറ്റ് ട്രേഡ്സ് ആണ് കേട്ടോ. റെലവൻറ്റ് ട്രേഡ്സ്, ഈ റെലവൻറ്റ് ട്രേഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ 75 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നോ? ഈ 75 മാർക്സിൻ്റെ ആ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു അത് ക്വാളിഫൈ ചെയ്യലാണ് മസ്റ്റ്. അതെങ്ങനെയാണ് ആ റെലവൻറ്റ് ട്രേഡ് സെലക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ITI-കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല, നോ ഇഷ്യൂ. ബിക്കോസ് അവർ ഏത് ITI ട്രേഡാണോ കഴിഞ്ഞത് അത് തന്നെ സെലക്ട് ചെയ്യണം. ഇലക്ട്രീഷ്യൻ കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ എടുക്കണം, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് എടുക്കണം, വയർമാൻ കഴിഞ്ഞാൽ വയർമാൻ എടുക്കണം, ഫിറ്റർ കഴിഞ്ഞാൽ ഫിറ്റർ എടുക്കണം. സോ നിങ്ങൾ പഠിച്ച ട്രേഡ് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം. അത് IT കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചോയ്സ് വരുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, എന്നാലും ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രീഷ്യൻ വരുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് വരുന്നുണ്ട്, വയർമാൻ വരുന്നുണ്ട്, വൈൻഡർ വരുന്നുണ്ട്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് വരുന്നുണ്ട്. അതിൽ തന്നെ ഇലക്ട്രീഷ്യനും വയർമാനും നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ടോപ്പിക്കുകളാണ് കേട്ടോ. ഇനി നമ്മൾ ഇലക്ട്രോണിക്സിലേക്ക് വരികയാണെങ്കിൽ 2 ഓപ്ഷനുള്ളൂ, ഇലക്ട്രോണിക് മെക്കാനിക്കും മെക്കാനിക് റേഡിയോ ആൻഡ് TV ആണുള്ളത്. അതിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാന്നുള്ളതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക്, ഇത് ഇലക്ട്രോണിക് കേട്ടോ, മെക്കാനിക്കലിലേക്ക് വരികയാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ട്രാക്ടർ മെക്കാനിക്, മെക്കാനിക് ഡീസൽ, ടേണർ, മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്, അതേപോലെ ഹീറ്റ് എഞ്ചിന്, മിൽ റൈറ്റ് മെയിൻ്റനൻസ് മെക്കാനിക്, അങ്ങനെ കുറേ ടോപ്പിക് ഇവിടെ വരുന്നുണ്ട്. ഓട്ടോമൊബൈൽ വരികയാണെങ്കിലും കുറേ ടോപ്പിക് ഉണ്ട്, മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ, ട്രാക്ടർ മെക്കാനിക്, മെക്കാനിക്കൽ ഡീസൽ, ഹീറ്റ് എഞ്ചിന്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത്, ഓട്ടോമൊബൈലിൽ വരുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ്റലിജൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ട്രേഡ്, റെലവൻറ്റ് ട്രേഡ് സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ RRB JEE-ക്കൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ റെലവൻറ്റ് ട്രേഡ് പിന്നെ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമൊന്നും വരില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എക്സാമിന് പോകുന്ന സമയത്ത് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സുകളൊന്നും ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഈസിലി കവർ ചെയ്യാം. കാരണം ഇതൊരിക്കലും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് സ്കില്ല് ടെസ്റ്റ് ചെയ്യുന്നൊരു എന്തായിരിക്കില്ല, ട്രേഡിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നൊന്നായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ എത്ര വലിയ കാൽക്കുലേഷൻസുള്ള പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ വലിയ സർക്യൂട്ട് എന്നിട്ട് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ പവർ സിസ്റ്റത്തിൽ കാൽക്കുലേഷൻ, ഫോൾട്ട് കാൽക്കുലേഷൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിങ്ങൾ എന്താണ്, നിങ്ങളെ കണ്ടൻറ്റ് ഓക്കെ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. പക്ഷേ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്തായി പോവും, ടെസ്റ്റിൽ നിന്ന് ഔട്ടായി പോവും. സോ അങ്ങനൊരു സിറ്റുവേഷൻ വരാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ,
സോ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പിന്നാലെ നടക്കുന്നത് കുറച്ച് ആളുകളൊന്നല്ല, ഒരുപാട് ആളുകളുണ്ട്. നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം തന്നെയായിരിക്കും. ഒരിക്കലും ഒരു ഈസി വാക്ക് ഓവർ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാം നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ ഒരു എയിമായിട്ട് മാറ്റിയെടുക്കണം. സോ ആ ഒരു എയിം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ ഒരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ വിൻ ദിസ് റേസ്. സോ എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്യുക. ഈ ഒരു സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു PDF നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ ബുക്കിൻ്റെ മുന്നിൽ സ്റ്റാർട്ടിംഗ് പേജിൽ വെച്ചേക്കണം. അത് ഓരോ ടോപ്പിക്കും അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. ഓരോ ടോപ്പിക്കിന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ മാക്സിമം വർക്കൗട്ട് ചെയ്യണം. ഇനി റെസ്റ്റ് എടുക്കരുത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷനോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.